സഹകരണവും തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബഹുമാന്യനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹം കൂടി പങ്കെടുക്കണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചതിൽ നമുക്ക് ലക്ഷ്യമുണ്ട്. കാരണം ഇതൊരു ഇറിഗേഷൻ ടൂറിസം, ഇപ്പം ഞാൻ ഈ ടൂറിസം ഫെസ്റ്റ് എന്ന വാക്കുപയോഗിച്ചത് തീർച്ചയായിട്ടും വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ്, കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ്. ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫെസ്റ്റിവലാണ് എന്ന് കരുതിപ്പോവും. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതാണ്. നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ ലോക്കൽ ബോഡി പഞ്ചായത്ത് വകുപ്പിൻ്റേതായിട്ടുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗമം ഇപ്പോൾ നടക്കുകയുണ്ടായി. കേരളത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബശ്രീക്കാരെല്ലാം ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാവരെയും കനകക്കുന്ന് കൊട്ടാരത്തിൽ ക്ഷണിച്ച് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. അതൊരു പരിചയപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും ആളുകൾക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നതിനും രുചികരമായ ഭക്ഷണത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമൊക്കെയുള്ളൊരു നല്ല സന്ദർഭമാണ്. പക്ഷേ ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലേക്ക് മാത്രമായി അത് ഒതുങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ടൂറിസം ഫെസ്റ്റ് എന്ന വാക്കുകൂടി ഉപയോഗിച്ചത്. സദ്യയിൽ മന്ത്രി കൂടി വരികയാണെങ്കിൽ ഇറിഗേഷൻ ഫെസ്റ്റായിട്ട് മാറും. ഇറിഗേഷൻ ടൂറിസം ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് ഇതൊരു ടൂറിസം ഫെസ്റ്റായിട്ടും അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റായിട്ടും ഒക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ പദ്ധതികൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതകളെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല നിലയിലേക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു നല്ല തുടക്കമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാന്യനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ രാവിലെ ഉഴവൂരിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ച ഒരു ചടങ്ങിൽ കാണുകയുണ്ടായി. അദ്ദേഹത്തിന് ഇന്ന് ഇടുക്കിയിൽ നിന്ന് വൈകിട്ട് മടങ്ങി ഇവിടെ വന്ന് പങ്കെടുത്ത് തിരുവനന്തപുരത്ത് പോകാം എന്നാണ് കരുതിയിരുന്നതെങ്കിലും വളരെ അത്യാവശ്യമായി ഇടുക്കിയിൽ ഏതാനും ചടങ്ങുകളിൽ വൈകിട്ട് നിൽക്കേണ്ടി വന്നതുകൊണ്ട് ഇന്ന് ഇവിടെ എത്താൻ കഴിയില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജെയ്സൺ പാളയിൽ പറയുകയുണ്ടായി. വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പോകാൻ ശ്രമിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അതിന് ശ്രമിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. KC മാത്യു കോർഡിനേറ്റ് ചെയ്യുന്നു എന്നിവിടെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ആ നിലയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അതിന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ പോലും ഇടയ്ക്ക് വന്നാലും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹം കൂടി കാണുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ചെറിയൊരു ബ്രീഫിംഗ് രാവിലെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് ആ കാര്യങ്ങൾ കാര്യമായി തന്നെ ഇടപെട്ട് പരിശോധിക്കാം. ഗവൺമെൻറ്റിൻ്റെ കൂടി സപ്പോർട്ടോടുകൂടി നമുക്കിതൊരു ഭംഗിയായി എല്ലാ വർഷവും എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു നല്ല ടൂറിസം ഫെസ്റ്റും അല്ലെങ്കിൽ ഒരു ഫുഡ് ഫെസ്റ്റും എല്ലാം ചേർത്തുള്ള നാടിൻ്റെ ഒരു മഹോത്സവമായി ഇതിനെ നമുക്ക് മുന്നോട്ട് മാറ്റിയെടുക്കുക എന്ന തീരുമാനം നമുക്ക് ഈ ഉദ്ഘാടന യോഗത്തിൻ്റെതായി ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് എല്ലാ വിധത്തിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി സഹകരിക്കുന്നതിന് നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. എനിക്കും കടുത്തുരുത്തിയിൽ 1-2 ചടങ്ങുകളിൽ ഇപ്പോൾ ഒന്ന് അത്യാവശ്യ നില കാണിച്ച് 10 മണിക്കുള്ള ട്രെയിനിൽ കോഴിക്കോടേക്ക് പോകണം. നാളെ രാവിലെ UDFൻ്റെ സംസ്ഥാന ഏകോപന സമിതി നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചേരുകയാണ്. ഞാനും അതിൽ പങ്കെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ ട്രെയിൻ പോയാൽ പിന്നെ ഞാൻ ഈ വണ്ടിയിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ആദ്യം സംസാരിച്ച് പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഇന്ന് ലോകം മുഴുവനുള്ള തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ദിനമാണ്. മെയ് 1 തൊഴിലാളി ദിനമായി. മെയ് ദിനം എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളത്. തൊഴിലാളി വർഗവും കൃഷിക്കാരും കർഷകരും എല്ലാം ചേരുന്ന മഹത്തായ ഒരു പുണ്യദിനത്തിലാണ് നമ്മൾ ഈ കൂടിച്ചേരൽ നടക്കുന്നത്. കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ മാറിയൂസ്യ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അങ്ങനെ പലതരത്തിൽ സഭാത്മകമായും മനുഷ്യോന്മുഖമായും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടും എല്ലാ രീതിയിലും വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ഈ ഒരു നല്ല സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു എന്നതും ഐശ്വര്യപൂർണ്ണമാണ് എന്ന് ഞാൻ കരുതുന്നു. മെയ് ദിനത്തിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേരുന്നു. അധ്വാനിക്കുന്ന പാരമ്പര്യത്തോടുകൂടി നമുക്ക് ഈ ഫെസ്റ്റ് ഈ നാടിൻ്റെ ഓമല്ലൂരിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി വളർത്തിക്കൊണ്ടുവരുവാൻ ഇനിയും നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. മനസ്സിലായി.
ബഹുമാനപ്പെട്ട MLA പോകുന്നതിന് മുൻപ് ഒരു രണ്ട് മിനിറ്റ്. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം ഈ ഒരു വർഷമായിട്ട് നടക്കുന്ന ഈ പദ്ധതി, ഈ ഫുഡ് ഫെസ്റ്റ്, ഈ വെമ്പിച്ച ഒരു ഫുഡ് ഫെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നമ്മളോട് പലരും ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് നാട്ടുകാരുടെ ഒരു സഹകരണത്തോട് ഭാഗമായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. വളരെയധികം ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട് പല രീതിയിൽ. അപ്പോൾ നമ്മുടെ ഈ 4 ദിവസത്തെ സ്റ്റേജ് പ്രോഗ്രാം ഉൾപ്പെടുന്ന ഈ പരിപാടി 4 ദിവസത്തെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെയും സിംഹഭാഗവും നമ്മുടെ നല്ലവരായ നമ്മുടെ നാട്ടുകാരായ 4 വ്യക്തിത്വങ്ങൾ നമ്മൾക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. അവരെ നമുക്ക് ഒന്ന് ആദരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം MLA പോകുന്നതിന് മുമ്പ് തന്നെ അവർ 2 പേര് വന്നിരുന്നു. ഒരാൾ സ്വല്പം പ്രായമുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ പോയി, ഒരാൾ കുമരകത്തു നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഞാൻ അവരുടെ പേര് വിവരങ്ങൾ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നു. കൂടാതെ വന്നിട്ടുള്ളവർ ദയവായി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ ശ്രീ KM ജോർജ് കിഴവള്ളിൽ, നമ്മൾ കുട്ടിപ്പാൻ എന്ന് വളരെയധികം സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീ KM ജോർജ് കിഴവള്ളിൽ ആണ് ഒരു വ്യക്തിത്വം. രണ്ടാമത് ശ്രീ ജോയ് തെങ്ങുമ്പളിൽ, നമ്മുടെ ഇതിനടുത്ത് തന്നെ താമസിക്കുന്ന ശ്രീ ജോയ് തെങ്ങുമ്പളിൽ. നമ്മൾ ആദ്യകാലം മുതൽ, നമ്മൾ ഒരു വർഷം മുന്നേ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയധികം സജീവമായി സാമ്പത്തികമായി നമ്മളെ സഹകരിച്ചുകൊണ്ടാണ് ശ്രീ ജോയ് തെങ്ങുമ്പളിൽ. ശ്രീ ജോയ് തെങ്ങുമ്പളിൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഇത് വേദിയിലേക്ക് കടന്നു വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. മൂന്നാമത് ശ്രീ വിജയ് കുരിശുമൂട്ടിൽ, നമ്മൾ ഈ ഒരു യുവ സംരംഭകനാണ്. നമ്മൾ ഈ മുട്ടിയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചിട്ടി ഫണ്ടുണ്ട്, നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്. ശ്രീ വിജയ് കുരിശുമൂട്ട്, അദ്ദേഹം കുമരകത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. കൂടാതെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ, ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, എല്ലാവരുടെയും പ്രിയങ്കരനായ, എല്ലാ കാര്യങ്ങൾക്കും ചെന്ന് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഈ 4 പേരോടും നമ്മൾ രണ്ടാമതൊന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവർക്കും എല്ലാം ഈ പ്രവർത്തനത്തെ പറ്റി അറിയാം. ശ്രീ തോമസ് ചാക്കോ കമ്മാവർബിൽ, നമ്മളെല്ലാം തോമാച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ തോമസ് ചാക്കോ, ഈ 4 പേരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ തോമസ് ചാക്കോ ദയവായി വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്ത് അദ്ദേഹത്തെ അനുമോദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം.